അസുരപ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. വേദയും അർജുനും ഓഫീസിലെത്തിയത് ഒരേ സമയം തന്നെയായിരുന്നു. അർജുൻ കാറിൽ നിന്നിറങ്ങി കീ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് തന്റെ ബ്ലസർ ഒന്നുകൂടി വലിച്ചിട്ട് അവൻ അകത്തേക്ക് കയറി. അവന്റെ പിന്നാലെ ഓടിപ്പിടിച്ച് വേദയും കയറി. സ്റ്റാഫെല്ലാം അവനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്തു. അർജുൻ എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കൂടെ വേദയും പഞ്ച് ചെയ്തു അവളുടെ ക്യാബിനിലേക്ക് പോയി. സമയം 11 കഴിഞ്ഞപ്പോൾ വേദയുടെ ക്യാബിനിലേക്ക് ഗായത്രി കയറി വന്നു. ജോയിനിങ് ലെറ്റർ? ഗായത്രി അഹങ്കാരത്തോടെ അവളോട് ചോദിച്ചു. വേദ ടൈപ്പ് ചെയ്തു വെച്ചിരുന്ന ലെറ്റർ പ്രിന്റ് എടുത്ത് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, സാറിന്റെ സൈൻ വാങ്ങണം, വേദ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സാർ? വേദ അനുവാദത്തിനായി അർജുനെ വിളിച്ചു. അവനൊന്ന് നോക്കിയതും വേദ അകത്തേക്ക് ചെന്നു. പുതിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, സാറിന്റെ സൈൻ വേണം. വേദ അവന് മുന്നിൽ അത് നീട്ടിക്കൊണ്ടു പറഞ്ഞു. അർജുൻ അവളെ ഒന്ന് നോക്കി അത് വാങ്ങി സൈൻ ചെയ്ത് തിരികെ കൊടുത്തു. കമ്പനി അഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കണം, അവൻ പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തലയാട്ടി പുറത്തേക്ക് പോയി. 1-2 പേപ്പർ സൈൻ ചെയ്യണം മിസ് ഗായത്രി, അത് കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ കയറാം. വേദ സീറ്റിൽ വന്നിരുന്നു പറഞ്ഞതും ഗായത്രി പുച്ഛത്തോടെ അവളെ നോക്കി. വേദ അത് കണ്ട് പല്ലി നെരിച്ചുകൊണ്ട് എഗ്രിമെന്റ് എടുത്ത് അവൾക്ക് മുന്നിൽ വെച്ച് ഗായത്രി ഒന്ന് വായിച്ചു പോലും നോക്കാതെ എല്ലാത്തിലും സൈൻ ചെയ്ത് വേദയുടെ കയ്യിലിരുന്ന ലെറ്റർ വാങ്ങി എഴുന്നേറ്റു. എന്റെ വർക്കെല്ലാം എന്റെ കേബിനിൽ വെച്ചേര്, ഗായത്രി അതും പറഞ്ഞ് തോളപ്പമുള്ള മുടി പിന്നിലേക്കിട്ട് വേദയെ ഒന്ന് നോക്കി അവിടെ നിന്നും അർജുനന്റെ ക്യാബിനിലേക്ക് പോയി. മേ ഐ കം ഇൻ അർജുൻ? ഗായത്രി വശ്യമായി ചോദിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. യെസ്, അർജുൻ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി. എല്ലാം ഓക്കെ അല്ലേ ഗായത്രി? എനി പ്രോബ്ലം? അർജുൻ പരിഹാസത്തോടെ ചോദിച്ചു. നത്തിങ്, ഞാൻ ഇന്നു മുതൽ വർക്ക് ചെയ്തു തുടങ്ങുന്നു അർജുൻ, ഗായത്രി പറഞ്ഞുകൊണ്ട് അവനെ ആകെ ഒന്ന് കണ്ണോടിച്ചു. എഗ്രിമെന്റ് സൈൻ ചെയ്തോ? അവളുടെ നോട്ടം കണ്ട് കുറച്ചുറക്കി അവൻ ചോദിച്ചു. യെസ്, ഗായത്രി നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, തന്റെ ക്യാബിനിലേക്ക് വെക്കോളൂ, വേദ വർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും, അർജുൻ പറഞ്ഞതും അവൾക്ക് നീരസം തോന്നിയെങ്കിലും ഗായത്രി ചിരിമായാതെ അവിടെ നിന്നും പോകാൻ തിരിഞ്ഞു. അർജുൻ, യു ആർ സോ ഹാൻസം, ഗായത്രി വശ്യമായി തന്നെ പറഞ്ഞതും അർജുന്റെ സകല നിയന്ത്രണവും വിട്ടു. ഗെറ്റ് ലോസ്റ്റ് യു ഇഡിയറ്റ്, അർജുൻ അലറി. ഗായത്രി, ഐ ആം യുവർ ബോസ്, സോ യു ഷുഡ് കോൾ മീ സാർ, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ, അർജുൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞതും ഗായത്രി അറിയാതെ തലയാക്കിക്കൊണ്ട് പുറത്തേക്ക് പറഞ്ഞു. അർജുൻ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം അടക്കിക്കൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് കണ്ണു നട്ടു. ഗായത്രി നേരെ പോയത് അവൾക്ക് സെറ്റ് ചെയ്ത ക്യാബിനിലേക്കാണ്. വേദയുടെ ക്യാബിനിലേക്കാൾ ചെറിയ ക്യാബിനായിരുന്നു അവൾക്ക്. അത് കണ്ട് അവൾക്ക് നീരസം തോന്നിയെങ്കിലും ഇപ്പൊ കണ്ട അർജുന്റെ ദേഷ്യം ഓർത്ത് അവൾ അതടക്കി. ഇന്നിങ്ങനെ, നാളെ നീ ഇരിക്കുന്ന സീറ്റിൽ അല്ല, അർജുന്റെ തൊട്ടടുത്ത് അവന്റെ അതേ അധികാരത്തിൽ ഞാനിരിക്കും വേദ. അപ്പോ അറിയിച്ചു തരാം ഈ ഗായത്രി ആരാണെന്ന്, ഗായത്രി ഉള്ളിലെ ദേഷ്യം അടക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നീട് സീറ്റിൽ ചെന്നിരുന്നു അവൾക്ക് മുന്നിലെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് അതിൽ കമ്പനി ഡീറ്റെയിൽസും പ്രൊജക്റ്റിനെ പറ്റിയും എല്ലാം ചികഞ്ഞു. പക്ഷെ അതിൽ അവൾക്കുള്ള വർക്കല്ലാതെ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ലായിരുന്നു. ഇതെന്താ ഇങ്ങനെ? 2 പ്രൊജക്ട് ഡീറ്റെയിൽസ് ചെയ്യേണ്ട വർക്കാണുള്ളത്. മുമ്പ് ഈ പോസ്റ്റിലിരുന്നവരെല്ലാം ഇങ്ങനെയാണോ ചെയ്തത്? വേറെ ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. ചിലപ്പോൾ ഫയൽസിൽ കാണും, നോക്കാം, ഗായത്രി ചിന്തിച്ചുകൊണ്ട് ഡ്രോയർ തുറന്നു നോക്കി. അതിനും സിസ്റ്റത്തിലുള്ള ഡീറ്റെയിൽസിന്റെ കോപ്പിയാണുള്ളതെന്ന് കണ്ട് അവൾക്കൊന്നും മനസ്സിലായില്ല. കൂടെ വന്ന ഉദ്ദേശം നടക്കാതെ വന്നതുമുള്ള ദേഷ്യവും തോന്നി. ഗായത്രി അതുമെടുത്ത് വേദയുടെ ക്യാബിനിലേക്ക് പോയി. അവിടെ വേദയെ കൂടാതെ വേറെ സ്റ്റാഫ്സ് കൂടെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഗായത്രി ക്യാബിൻ തള്ളി തുറന്ന് കയറിയതും ഒരു നിമിഷം എല്ലാവരും ഞെട്ടി. വേദ ഒഴിച്ച് എല്ലാവരും ചെയറിൽ നിന്ന് എഴുന്നേറ്റു. എന്താ ഗായത്രി, ഒരു ക്യാബിനിൽ വരുമ്പോൾ നോക്ക് ചെയ്യണമെന്ന് തനിക്കറിയില്ലേ? വേദ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. നിന്നോട് ഈ മാനേഴ്സ് ഒക്കെ മതി, എനിക്കറിയേണ്ടത് നീ പറയ്. എന്താ ഇത്? ഈ ഫയലും സിസ്റ്റത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസും അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല, അതെന്താ അങ്ങനെ? ഗായത്രി ആ ഫയൽ അവൾക്ക് മുന്നിലെ ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. അതിൽ ഈ ഡീറ്റെയിൽസ് മാത്രമല്ല ഗായത്രി, നീ ചെയ്യേണ്ട വർക്ക് ഷെഡ്യൂളും കൂടി ഉണ്ട്. സോ അത് ചെയ്യാൻ ഈ ഡീറ്റെയിൽസ് തന്നെ ധാരാളം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്, വേദ തിരികെ അവളോട് പറഞ്ഞു. അത് നിനക്കും ദേ ഇവർക്കും എനിക്ക് ഇതുവരെയുള്ളതും ഇനിയുള്ളതുമായ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം വേണം, ഗായത്രി പറഞ്ഞു. എന്തിന്? വേദ വിട്ടുകൊടുക്കാതെ തിരികെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഗായത്രി ഒന്ന് പതറി. സ്റ്റഡി ചെയ്യാൻ, ഗായത്രി പെട്ടെന്ന് പറഞ്ഞു. സോറി ഗായത്രി, അത് തരാൻ കഴിയില്ല. അതുമല്ല, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത് സാറിന്റെ കയ്യിലാണ്. ബാക്കിയുള്ളവരിൽ എന്തിന്? എനിക്ക് പോലും എന്റെ വർക്ക് ഷെഡ്യൂളാണുള്ളത്. ഇവിടെ ഒരു ടീമായാണ് ഗായത്രി വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് കഴിഞ്ഞാൽ ടീം ഡിസ്മിസ് ചെയ്ത് ആ ടീം ഹെഡ് അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് സാറിന് കൈമാറും. അതുകൊണ്ട് തന്നെ അതിന്റെ കോപ്പിയോ ഡീറ്റെയിൽസോ ഒന്നും മാറില്ല. തനിക്കത് കിട്ടിയേ പറ്റൂ എന്നാണെങ്കിൽ സാറിനോട് ചോദിക്കാം, വേദ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവളോട് പറഞ്ഞു. അത് കേട്ട് ഗായത്രി ദേഷ്യത്തിൽ അവളെ ബാക്കിയുള്ളവരെയും നോക്കി അവിടെ നിന്നും പോയി. തിരികെ ക്യാബിനിൽ വന്ന ഗായത്രി ദേഷ്യം കൊണ്ട് വിറച്ചു.
അവൾ സീറ്റിലേക്കിരുന്ന് എന്ത് ചെയ്യണമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചു. അർജുനോട് ചോദിക്കാൻ എന്നാൽ. നോ, അത് വേണ്ട. മറ്റാരെയും പോലെയല്ല അവൻ. അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും സൂക്ഷിക്കണം. എന്തേലും സംശയം തോന്നിയാൽ. ഗായത്രി വെറുതെ ഒന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഭയം കൊണ്ട് വിറച്ചു. അച്ഛന്റെയും അയാളുടെ നിർബന്ധമാണിത് ഇവിടേക്ക് വന്നത്. അർജുനെ ശ്രദ്ധിക്കാനും കമ്പനിക്കാരും ചോർത്താനും. പക്ഷേ അർജുനെ ശ്രദ്ധിക്കാൻ പോയിട്ട് നോക്കാൻ പോലും കഴിയുന്നില്ല. കമ്പനി ഡീറ്റെയിൽസ് ചോർത്താൻ നോക്കിയ ഒരു പുല്ലും ഇതിലില്ല. ഗായത്രി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സിസ്റ്റത്തിൽ നോക്കി. കുറച്ചുനാൾ ഇങ്ങനെ പോട്ടെ, ഉടനെ എന്തെങ്കിലും ചെയ്താൽ പണി കിട്ടും. നോക്കാം. അവസരം കിട്ടിയ അർജുന്റെ ലാപ്പിൽ നിന്ന് തന്നെ എല്ലാം എടുക്കാം. ഗായത്രി ചിന്തിച്ചുകൊണ്ട് അവളുടെ വർക്കിലേക്ക് തിരിഞ്ഞു. ആദ്യം കുറച്ചൊക്കെ മനസ്സിലായി ചെയ്തു പോയെങ്കിലും പിന്നീട് ചെറിയ സംശയങ്ങൾ അവൾക്ക് വന്നു തുടങ്ങി. നാശം, ഇത് ശരിയാവുന്നുമില്ലല്ലോ. ആ ഒരുമ്പട്ടോളുടെ മുമ്പിൽ വീണ്ടും ചെന്ന് നിൽക്കേണ്ടി വരുമോ? അവളെ കാണുമ്പോ തന്നെ ദേഷ്യം ഇരച്ച് കയറും. ഷേ, ഗായത്രി പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവൾക്കൊരു ബുദ്ധി തോന്നിയത്. അവളുടെ അടുത്തേക്ക് പോയിട്ട് എന്തിനാ? അർജുനോട് ചോദിക്കാം. അവന്റെ അടുത്ത് നിൽക്കാൻ കിട്ടുന്ന അവസരം കൂടിയല്ലേ. എന്തേലും കിട്ടിയാലോ? ഗായത്രി ചിന്തിച്ചുകൊണ്ട് ഒരു ചിരിയോടെ ഫയലും പെന്നും നോട്ട് പാഡുമായി അർജുന്റെ ക്യാബിനിലേക്ക് ചെന്നു. മേ ഐ കമിൻ സാർ? അവനെ സാറെന്ന് വിളിച്ചതിൽ അമർഷം തോന്നിയെങ്കിലും അതുള്ളിൽ ഒതുക്കി ചിരിയോട് ചോദിച്ചു. അർജുൻ അകത്തേക്ക് വരാൻ കണ്ണു കാണിച്ചതും അവൾ അകത്തേക്ക് കയറി. ഈ ഫയൽസിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് അർജുൻ. സോറി സാർ, ഗായത്രി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരുത്തി വിളിച്ചു. അർജുൻ അവളെ ഒന്ന് നോക്കി ഫയലിനായി കൈനീട്ടി. ഗായത്രി അത് കൊടുത്തുകൊണ്ട് ചിരിച്ചു. അർജുൻ ആ ഫയൽ വാങ്ങി കണ്ണോടിച്ചുകൊണ്ട് ഇതിലെന്തെന്ന പോലെ അവളെ നോക്കി. അവന്റെ നോട്ടം കണ്ട് ഗായത്രി അവളുടെ ഡൗട്ട് ചോദിച്ചു ക്ലിയർ ചെയ്തു. അർജുൻ അതല്ല വളരെ ഗൗരവത്തോടെ ക്ലിയറായി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ ഗായത്രി? അവനൊരാക്കലോട് ചോദിച്ചു. നോ നോ സോറി സാർ, അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വീണ്ടും അബദ്ധം പറ്റിയതുപോലെ തിരുത്തി. എന്നാ താൻ പോയിട്ട് വേദിയോട് വരാൻ പറയും. അർജുൻ പറഞ്ഞതും അത്രയും നേരം തെളിഞ്ഞിരുന്ന ഗായത്രിയുടെ മുഖം ഇരുണ്ടു. ഓക്കെ സാർ, ഗായത്രി ആ ഇരുണ്ട മുഖത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഡി, നിന്നെ അർജുൻ തിരക്കുന്നുണ്ട്, ചെല്ല്. വേദയുടെ ക്യാബിനിൽ കയറി ചെന്നു ഗായത്രി അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. വേദയ്ക്ക് അവളുടെ സംസാരവും പ്രവൃത്തിയും ഇഷ്ടമായില്ലെങ്കിലും അത് കാണിക്കാതെ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. നിന്നെ ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ വിളിക്കുന്നത് എന്തിനാടി? വീട്ടിൽ വെച്ചുള്ളത് പോരെ? വേദ അവൾക്കടുത്തുകൂടി പാസ് ചെയ്തു. ഗായത്രി അവളെ നോക്കി പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ചോദിച്ചു. അത് കേട്ട് വേദ അവളെ ദേഷ്യത്തോടെ നോക്കി. ഇതുപോലെ ചെറ്റ വർത്താനം പറഞ്ഞതിന് ഇന്നലെയല്ലേ ഗായത്രി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്? ഇനിയും അത് വേണമെന്ന് വാശി കാണിക്കരുത്. ആദ്യത്തേക്കാൾ സ്ട്രോങ് ആയി തന്നുപോകുന്നു. വേദ അവളുടെ തൊട്ടുമുന്നിൽ അവളുടെ കണ്ണിൽ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി നിന്റെ കൈ എനിക്ക് നേരെ പൊങ്ങിലടി. അധികം വൈകാതെ ഇന്നലെ നീ എന്നെ അടിച്ചതിന് നിനക്ക് തന്നിരിക്കും ഈ ഗായത്രി. അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കണ്ട. ഗായത്രിയും വിട്ടുകൊടുത്തില്ല. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ സമയങ്ങളെ. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കൂ. നിനക്ക് ഇത്രയ്ക്ക് എന്താണ് എന്നോട് ദേഷ്യം? വേദ അവളോട് ചോദിച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി. അത് നിനക്ക് വൈകാതെ മനസ്സിലാവും വേദ. അതറിയിക്കാൻ ഒരാളുണ്ട്. ഗായത്രി അവളോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. വേദ അവൾ പറഞ്ഞത് മനസ്സിലാവാതെ കുറച്ചു നേരം അവിടെ നിന്നുപോയി. പിന്നീട് ആ ചിന്തകൾ മാറ്റി അർജുന്റെ ക്യാബിനിലേക്ക് പോയി. മിഴിപ്പെണ്ണേ. തന്നെ നോക്കാതെ മുഖം കുനിച്ച് തിരിഞ്ഞിരിക്കുന്നവളെ ഒരു താളത്തിൽ ഹരി വിളിച്ചു. അവളുടെ ഒരു കൈ അവന്റെ കയ്യിൽ മുറുകിയിരുന്നു. വിട് ഹരിയേട്ടാ, ആരെങ്കിലും കാണും. മിഴി അവനെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അത് കേട്ട് ഹരി ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന കൈയിലേക്ക് നോക്കി. തിരിഞ്ഞു നോക്കില്ല എങ്കിലും അവന്റെ കൈ പോലെ അവളുടെ കൈയും അവനിൽ മുറുകുന്നുണ്ടായിരുന്നു. മിഴിപ്പെണ്ണേ, എന്നെ നോക്കിയേ, ഹരി അവളുടെ കൈ വലിച്ചുകൊണ്ട് പറഞ്ഞത്. മിഴി ചുവന്ന് വിയർപ്പ് പൊടിഞ്ഞ മുഖം മറുകൈ കൊണ്ട് തുടച്ച് അവന് നേരെ തിരിഞ്ഞു നിന്നു. ഹരി ആ ചുവന്ന തുടുത്തകൾ അത്ഭുതത്തോടെയും പ്രണയത്തോടെയും നോക്കി. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ അടുത്തായിരുത്തി. മിഴി അവനെ നോക്കാതെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ മുഖം കുനിച്ചിരുന്നു. മിഴി, അവൻ ആ മുഖം ഒരു കൈയാൽ ഉയർത്തിക്കൊണ്ട് വിളിച്ചു. മിഴി പിടച്ചിലോടെ അവനെ നോക്കി. ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്നെങ്കിലും ഭാരമായി തോന്നുമോ എന്നെ? ഹരി ഉള്ളിലെ ആദി അവൾക്ക് മുന്നിൽ തുറന്നു ചോദിച്ചതും മിഴി ഞെട്ടലോടെ അവനെ നോക്കി. ഞൊടിയിടയിൽ അവളുടെ ആ കരിമിഴി കണ്ണ് നിറഞ്ഞു വന്നു. എന്തിനാ ഇപ്പോ അങ്ങനെയൊക്കെ പറയുന്നേ? മിഴി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി. ബാൽക്കണിയിലെ കാറ്റിൽ അവളുടെ നീണ്ട മുടിയിടകൾ അവളുടെ മുഖത്ത് തട്ടിത്തട്ടി പാറി നടന്നു. വെറുതെ അറിയാൻ. എന്തോ അമ്മയും അച്ഛനും പോയപ്പോ വീണ്ടും ഒറ്റക്കാകുമോ എന്ന പേടി. ഒരു ദിവസം ഏട്ടൻ വിളിച്ചില്ലെങ്കിൽ, നിന്നെ കൺമുന്നിൽ കണ്ടില്ലെങ്കിൽ ഒക്കെ ഈ പേടി എന്നെ വല്ലാതെ വരിഞ്ഞു മുറുകും. ഹരി പറഞ്ഞതും
മിഴി അവനെ നോക്കി അങ്ങനെ ഇരുന്നു. ഇത്രയും നാൾ ആരോടും തുറന്നു കാട്ടാത്ത, പറയാത്ത എന്തൊക്കെയോ ആ ഉള്ളിലുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അതെല്ലാം കേൾക്കാനായി, അറിയാനായി അവളും അത്രയേറെ ആഗ്രഹിച്ചു. ഇങ്ങനെ വീൽ ചെയറിലിരിക്കും മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി നിന്ന് എന്നെ ഉറ്റുനോക്കുന്ന നിന്റെ കണ്ണുകളെ, എന്റെ ചിരിയിൽ എനിക്കൊപ്പം ചിരിക്കുന്ന ഈ ചുണ്ടുകളെ. ഞാൻ ഞാൻ വീണപ്പോ എന്റെ ഈ വേദന മനസ്സുകൊണ്ട് ഏറ്റുവാങ്ങി നീറിക്കഴിഞ്ഞ ഈ ഹൃദയത്തെ, എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിച്ച ഈ കണ്ണുകളെ. പക്ഷേ അന്നും പിന്നീടും ഉള്ളിൽ നിന്ന് ആരോ പിന്നോട്ട് വിളിക്കും പോലെ, നിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ പറയും പോലെ. പക്ഷെ ആ വേദന സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഹരി പറയെ അവന്റെ കണ്ണിലെ ആ നീർത്തിളക്കം കവിളിൽ പതിക്കും മുന്നേ അവളുടെ വിരലുകൾ അതിനെ തുറച്ചു നീക്കി. ഹരി അവളെ കണ്ണു നിറച്ചു നോക്കി. ഹരി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. ഭയമാണ് മിഴി. സ്നേഹിക്കുന്നവരൊക്കെ ആ സ്നേഹം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. അവരെയൊന്നും സ്നേഹിച്ചു മതിയായിട്ടില്ലായിരുന്നു എനിക്ക്. പക്ഷെ നശിപ്പിച്ചു. എല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റി എന്നെ ഒറ്റക്കാക്കി. അതുപോലെ നീയും എന്നെ വിട്ടുപോയാൽ, നീയില്ലെങ്കിൽ ഓർക്കാൻ കൂടി ഭയമാണ്. ചേർത്ത് പിടിച്ചില്ലെങ്കിലും ഒന്നായില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ നീ എനിക്ക് മുന്നിലുണ്ടായാൽ മതിയെന്ന് ചിന്തിച്ചു പോയി. അതുകൊണ്ടാ ഈ മനസ്സ് നിറയെ നീയായിട്ടും പുറത്തേക്ക് വരാൻ വെമ്പി നിന്ന് ആ പ്രണയം നോവിച്ചിട്ടും നിന്നിൽ നിന്നും മുഖം തിരിച്ചത്. ഹരി പറഞ്ഞത് മിഴി വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. കരയല്ലേ, ഇനിയും ഈ കണ്ണുനീർ കാണാൻ വയ്യാത്തത് കൊണ്ടാ ഞാനിപ്പോ. ഹരി അവളുടെ കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ വിട്ടു പോവില്ലല്ലോ നീ, അല്ലേ? ഹരി കൊച്ചു കുഞ്ഞിനെ പോലെ വാശിയോടെയും സങ്കടത്തോടെയും ചോദിച്ചു. ഹരിയേട്ട, മിഴി എവിടെ പോകാനാ? അങ്ങനെ ആരാ എനിക്കുള്ളേ? എന്റെ ഹരിയേട്ടനല്ലേ ഈ മിഴിയുടെ ശ്വാസം പോലും. ഈ മുഖം കാണാതെ ഒരു മിനിറ്റ് പോലും പറ്റില്ല എനിക്ക്. മരിച്ചു പോകും ഞാൻ. അവസാന ശ്വാസം വരെ ഞാൻ എങ്ങും പോകില്ല, മിഴി പറഞ്ഞതു. ഹരി സന്തോഷത്തോടെ അവളെ നോക്കി. പിന്നീട് ആ മുഖം കൈകളിൽ ഒതുക്കി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മിഴി ഇരു കണ്ണുകളും അടച്ച് ആ ചുംബനം സ്വീകരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ഹരിയേട്ടാ, അവളെ തന്നെ നോക്കിയിരിക്കുന്നവന്റെ മടിയിൽ തല ചായച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചു. ലച്ചു ചേച്ചിയും ഏട്ടനും, മിഴി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവർ ഒന്നിക്കും മിഴി, എനിക്കുറപ്പാണ്. ഹരി ചിരിയോടെ അത്രയും ഉറപ്പോടെ പറഞ്ഞു. എങ്ങനെ? ലച്ചു ചേച്ചിക്ക് ഏട്ടനോട് പ്രണയമില്ല? ഏട്ടന് ചേച്ചിയോടുമില്ല? മിഴി പറഞ്ഞുകൊണ്ട് അവന്റെ മുടിയിൽ മുഖം ഊന്നിക്കൊണ്ട് അവനെ നോക്കി. അവർക്ക് പരസ്പരം മറ്റെന്തിനേക്കാളും ഇഷ്ടമാണ് മിഴി. അവർക്കതറിയാം. പക്ഷെ ഈഗോ എന്ന സംഭവം ഉള്ളിൽ കയറിയാൽ ഈ പ്രണയത്തിനുമേൽ ഇതങ്ങാ മനസ്സിനെ നിയന്ത്രിക്കും. അതാ ഇപ്പോൾ അവർക്കിടയിലുള്ളത്. ലച്ചുവിന് പിന്നെ ഏട്ടൻ അവളോട് ചെയ്ത് തെറ്റുകൂടി ആയപ്പോൾ ആ ദേഷ്യം കൂടി ഉണ്ടെന്ന് മാത്രം. ഏട്ടൻ, ഹരി പറഞ്ഞു നിഴുത്തിയതും മിഴി സംശയത്തോടെ അവനെ നോക്കി. ഏട്ടൻ ഇഷ്ടമല്ലേ? മിഴി അവനോട് ചോദിച്ചു. അതിന് ഹരി അവളെ നോക്കി പുഞ്ചിരിച്ചു. പറയ് ഹരിയേട്ടാ, ചുമ്മാ ചിരിക്കാതെ. മിഴിയുടെ മുഖം പരിഭവം കൊണ്ട് ഉയർത്തു. അർജുൻ ദേവ് എന്ന മനുഷ്യനേക്കാൾ അർജുൻ ദേവ് എന്ന അസുരന്റെ പെണ്ണാണവൾ. ആ അസുരന്റെ എല്ലാ ഭാവവും നേരിൽ കണ്ട് അനുഭവിച്ചവൾ. ആ അവളെ ഏട്ടൻ പ്രണയിക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മിഴി? ഹരി കുറുമ്പോട് ചോദിച്ചത്. മിഴി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. പക്ഷെ അതവർ തുറന്ന് പ്രകടിപ്പിക്കില്ലെന്ന് മാത്രം. അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുമുണ്ട്. ഹരി പറഞ്ഞതും മിഴി അവനെ കണ്ണുകൂർപ്പിച്ചു നോക്കി. ദേ ഹരിയേട്ടാ, എന്നോട് സ്പെഷ്യൽ ചോദ്യം ചോദിക്കാതെ. എനിക്ക് അവർ ഒന്നിച്ച് ജീവിക്കുമോന്ന് അറിയേണ്ടത്. മിഴി എഴുന്നേറ്റ് നേരെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഹരി ചിരിയോടെ അവളെ വീണ്ടും മടിയിൽ പിടിച്ചു കിടത്തി. അതൊക്കെ നമുക്ക് കണ്ടറിയാം. അവരുടെ കാര്യമല്ലേ, രണ്ടും നടക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ നിന്നോട് എനിക്ക് വേറെ കുറച്ച് കാര്യം കൂടി പറയണം മിഴി. ഹരി ആദ്യം കുറുമ്പോടെയും പിന്നീട് ഗൗരവത്തോടെയും പറഞ്ഞു. എന്താ ഹരിയേട്ടാ? മിഴിയും അവനെ ഉറ്റുനോക്കി. ഞാനും ഏട്ടനും മാത്രം സംസാരിച്ച് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് മിഴി ഞാൻ നിന്നോട് പറയുന്നത്. നിന്നിൽ നിന്ന് വേറെ ഒരാളും ഇതറിയരുത്. ലച്ചു പോലും അറിയരുത്. ഹരി പറഞ്ഞത്. മിഴി അവനെ നോക്കി നെറ്റി തുടിച്ചു. ഇല്ല ഹരിയേട്ട. മിഴിയിൽ നിന്ന് ഹരിയേട്ടൻ പറയുന്ന ഒന്നും ആരും അറിയില്ല. മിഴി അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് പറഞ്ഞതും ഹരി അവളെ നോക്കി തലയാട്ടി. നമുക്ക് റൂമിൽ പോകാം മിഴി. ഒന്നും ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. അച്ഛൻ പറഞ്ഞ പോലെ ചുവരുകൾക്ക് പോലും കാതുണ്ട്. ഹരി അവളോട് പറഞ്ഞതും മിഴി എഴുന്നേറ്റ് അവനുമായി റൂമിൽ പോയി. ഡോർ അടച്ചേക്ക്. റൂമിലെത്തി അവൻ പറഞ്ഞതും മിഴി ഡോറടിച്ച് കുറ്റിയിട്ടു. മിഴി അവന്റെ മുന്നിൽ വന്നതും ഹരി അവളെ പിടിച്ച് സോഫയിലിരുത്തി. പിന്നീട് അർജുന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണവും അവന്റെ അമ്മയുടെ മരണവും ലച്ചുവിന്റെ കാര്യങ്ങളും എല്ലാം അവൻ പറഞ്ഞു. എല്ലാം കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ ഒന്നും വിശ്വസിക്കാനാവാതെ അവൾ അവനെ നോക്കിയിരുന്നു. ആരാ ഹരിയേട്ട നമ്മുടെ കുടുംബത്തെ ഇത്രയും ദ്രോഹിച്ചത്? മിഴി കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അച്ഛൻ.
എനിക്ക് ജന്മം തന്ന ആ നീചൻ, അവൻ നിർവികാരമായി പറഞ്ഞു. ഹരിയേട്ടാ, മിഴി വിശ്വസിക്കാനാവാതെ വിളിച്ചു. സത്യമാണ് മിഴി, അയാൾ തന്നെയാണ്. അയാൾക്ക് വേണ്ടത് ഈ സ്വത്തുക്കളാണ്. അതിനു വേണ്ടിയാണ് അയാൾ എല്ലാം ചെയ്തത്. പക്ഷേ ഇതിൽ നിന്നും ഒരു രൂപ പോലും അയാൾ തൊടില്ല. തൊടാൻ എന്റെ ഏട്ടൻ അനുവദിക്കില്ല. വെറുതെ വിടില്ല എന്റെ ഏട്ടൻ അയാളെ. അയാൾക്ക് വേണ്ടിയാണ് എന്റെ ഏട്ടൻ കാത്തിരിക്കുന്നത്. അയാളെ മുന്നിൽ കാണുന്ന നിമിഷം എന്ത് വില കൊടുത്തും ആ ജീവൻ എന്റെ ഏട്ടൻ കൈകൊണ്ടെടുത്തിരിക്കും. അതിന് സാക്ഷിയായി ഞാനും ഉണ്ടാകും മിഴി. ഹരി അവളെ നോക്കി ഉള്ളിലടങ്ങാത്ത പകയോടെ പറഞ്ഞു. മിഴി എന്തു പറയണമെന്നറിയാതെ അവനെ നോക്കിപ്പോയി. മിഴി, ഹരി അവളുടെ തണുത്ത കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഒരു നോട്ടം കൊണ്ട് പോലും തടയരുത് മിഴി. നീ എന്നെ, നിനക്ക് വീണ്ടും ഒന്നുകൂടെ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാനെല്ലാം നിന്നോട് പറഞ്ഞത്. മുന്നിലൊരു ജീവിതമാണ് നിനക്കുള്ളത്. ഞാൻ കാരണം ആ ജീവിതം നീറി നീറി നീ ജീവിക്കാൻ പാടില്ല. ഒന്നൂടെ. ഹരി പറഞ്ഞു കഴിയും മുന്നേ മിഴി അവന്റെ പാപത്തിൽ അവനെ നോക്കി നിറകണ്ണുകളോടെ വേണ്ടെന്ന് തലയാട്ടി. കാത്തിരുന്നോളാം ഞാൻ. എത്ര വേണമെങ്കിലും ഈശ്വരന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചോളാം. ഒരു ദിവസമെങ്കിലും എനിക്ക് എന്റേതു മാത്രമായി. അതുമാത്രം മതി. കാത്തിരിക്കാം ഞാൻ. മിഴി അവനോട് പറഞ്ഞതും ഹരി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മിഴി കണ്ണുകൾ മുറുക്കി അടച്ച് അവനെ ചുറ്റി വരിഞ്ഞു. മിഴിക്ക് വേറെ ആരോടും ഇഷ്ടമില്ല കൃഷ്ണ. തന്നേക്കണേ എനിക്ക്. ഉള്ളാൽ മനമൊരുക്കി പ്രാർത്ഥിച്ചു പോയവൾ. തുടരും.